കേരളത്തിലെ വെള്ളനേറ്റി ടീമിൻ്റെ ടാർഗറ്റ് ആണല്ലോ ഇപ്പോൾ സാറിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ സാറ് ചിലപ്പോൾ ആദ്യത്തെ പേരായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ പറയുന്നത് അവരുടെ ഈ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ ഒരു മതം മാറ്റവും ഇന്ന് വരെ നടത്തിയിട്ടില്ലാത്ത, അതിനുവേണ്ടി ശ്രമിക്കാത്തൊരു സംഘടനയാണ്. അവരെ മതപരിവർത്തനം നടത്താൻ ഏതു മാർഗവും സ്വീകരിക്കുന്നവരാണ് എന്ന് സാറ് പറയുന്നു. സാർ വർഗീയവാദിയായി. നേരത്തെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു സാറ്. എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ ഒരുപാട് പരിപാടികളിൽ സാറ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സഭയൊക്കെ ഇത്ര കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും സാറിങ്ങനെ സഭ മതം മാറ്റുന്നു, അതിനുവേണ്ടി എന്തു വഴിയും സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് കടുത്ത വർഗീയവാദിയായിരിക്കുന്നു എന്നാണ് സഭ പറയുന്നത്. ഇപ്പം അത് ഫാദർ മാത്യു അല്ലല്ല, ഫാദർ മൈക്കിൾ പുളിക്കൽ CMI മൈക്കിൾ പുളിക്കൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി സത്യമാണോ? അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ക്രൈസ്തവ സഭകൾ ഒരു ലോകത്ത് ഒരാളെയും മതം മാറ്റുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അങ്ങനെ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതവരുടെ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. ക്രിസ്ത്യാനികളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. അവരുടെ കണക്കനുസരിച്ചിട്ട് പ്രതിവർഷം 27 ലക്ഷം പേരെ ക്രിസ്ത്യാനികളാക്കി ലോകത്ത് മാറ്റുന്നുണ്ട്. ഒരു വർഷം 27 ലക്ഷം പേരെ മാറ്റുന്നുണ്ട്. ഈ 27 ലക്ഷം പേരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നുണ്ടോ എന്ന് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ നൽകുന്ന ഔദ്യോഗിക കണക്കാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉണ്ടാക്കിയതേ അല്ല. അപ്പോൾ മതം മാറ്റുന്നില്ല എന്നുള്ള ഇവരുടെ വാദം ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എന്നെ പറയുന്നൊരു കാര്യം, ഞാൻ വർഗീയവാദിയാണ്, വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നാണ്. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ള ആ കാര്യത്തിൽ, ഞാൻ ഓരോന്നിനും മറുപടി പറയാം. അക്കാര്യത്തിൽ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഞാനും എൻ്റെ മതവും മാത്രമാണ് ശരി എന്നും ബാക്കി മതങ്ങൾ ഒക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതുപ്രകാരം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളെന്ന്. ഇനി എനിക്ക് എന്നെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫാദർ മൈക്കിൾ പുളിക്കലിനോട് ചോദിക്കാനുള്ള കാര്യം, ജന്മപാപത്തിലൂടെ നാശവും ക്രിസ്തുവിലൂടെ മാത്രം മോക്ഷവും എന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? മാത്രം അണ്ടർലൈൻഡ് ആണ്. ഞാൻ അങ്ങനെയല്ല. പലമത സാരവും ഏകം എന്ന ശ്രീനാരായണ ഗുരു വചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതുവരെ ഞാൻ സ്വീകാര്യനായിരുന്നു, പെട്ടെന്ന് ഇപ്പം ഞാൻ അസ്വീകാര്യനായി എന്ന് അച്ഛൻ പറയുന്നു. ഒരാളെ പൊതുസ്വീകാര്യനും അസ്വീകാര്യനും ആക്കാനുള്ള അധികാരം അച്ഛന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛനാണ് സീലടിച്ചു കൊടുക്കുന്നത്. അച്ഛനാണ് സ്വീകാര്യൻ എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ 28 വർഷം മുൻപാണ് മഹാത്മാഗാന്ധിയും മതപരിവർത്തനവും എന്ന് പറയുന്നൊരു ലേഖനം എഴുതുന്നത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മതപരിവർത്തനം തെറ്റാണ് എന്ന്. എങ്ങനെയാണത് തെറ്റാകുന്നതെന്ന് സായുക്തികം ഞാൻ അതിൽ സമർത്ഥിച്ചത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതെ, മഹാത്മാഗാന്ധി മതപരിവർത്തനവും എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും RSSും മഹാത്മാഗാന്ധിയും ക്രിസ്ത്യാനിറ്റി, ഇങ്ങനെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും കൊണ്ടുള്ള ഒരു ലേഖന പരമ്പര എഴുതിയതാണ്. ആ പരമ്പരയിൽപ്പെട്ട ഒരു ലേഖനമാണത്. അത് പുസ്തകമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം അച്ഛന് വായിച്ചു നോക്കാവുന്നതാണ്. 28 വർഷം മുമ്പ് ഇറങ്ങിയതാണ്, ഇപ്പോൾ അല്ല. അപ്പോൾ ഇനി അച്ഛനോട് ഞാൻ പുസ്തകം വായിക്കാൻ പറഞ്ഞു എന്ന ആരോപണവും കൂടി എൻ്റെ മേലിൽ കെട്ടിച്ചമക്കരുത്. അതൊരു ശീലം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇനി ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്ന് ഞാൻ അടിസ്ഥാനരഹിതമായി ആരോപിക്കുന്നു എന്നതാണ്. ഈ ആരോപണമാണ് അടിസ്ഥാനരഹിതം. എന്താ കാര്യമെന്നറിയാമോ? എല്ലാ ക്രൈസ്തവ മിഷണറിമാരുടെയും ഔദ്യോഗികമായ ദൗത്യമാണ് ഇവാഞ്ചലൈസേഷൻ. എന്താണ് ഇവാഞ്ചലൈസേഷൻ? സുവിശേഷവൽക്കരണം. സുവിശേഷവൽക്കരണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മതം മാറ്റലാണ്. സാർ, ഇത് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ സാറിൻ്റെ ഒരു 4-5 എപ്പിസോഡുകൾ വന്നു ഈ വിഷയത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നെയും കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ സാറിനെ വിളിച്ച് പറയാറില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി, കൗതുകരമായിട്ട് തോന്നി. സഭയുമായി ബന്ധപ്പെട്ട കോട്ടയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ, പ്രസിദ്ധമായ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. അദ്ദേഹം വല്ലാതെ വൃണിതനായിട്ട് എന്നോട് പറയുന്നു, ഇതിനകത്ത് മതം മാറ്റം ഒന്നും ഞങ്ങളുടെ പണിയല്ല, അതൊക്കെ ചെയ്യുന്നത് ഈ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങൾ കത്തോലിക്ക സഭയൊന്നും ചെയ്യുന്നില്ല,
നിങ്ങളത് പറയുമ്പോൾ അങ്ങനെ പറയണം എന്ന് പറയുന്നത്. അതിൽ വല്ല കാര്യമുണ്ടോ സാറേ? അല്ല, അങ്ങനെയല്ല. എന്താണ് ഇവാഞ്ചലൈസേഷൻ? അവരുടെ നിർവചനം പ്രകാരമുള്ളത്. നമ്മൾ ജെസ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അതെ, വിളി വന്നത്. അതെ 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 മനസ്സിലായി. എന്താണ് ഇവാഞ്ചലൈസേഷൻ? അതിൻ്റെ നടപടിക്രമം പറഞ്ഞിട്ടുണ്ട്. ഷെയറിങ് ദ മെസ്സേജ് ഓഫ് ജീസസ്. യേശുദേവൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക, പങ്കുവെക്കുക. എന്തിലൂടെ? പ്രീച്ചിങ്, ടീച്ചിങ്, വിറ്റ്നസ്, വർഷിപ്പ്, സർവീസ്. അതായത് ഒന്ന്, ഇത് ആചരിച്ച് കാണിക്കണം. രണ്ട്, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം, ടീച്ചിങ്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ആരാധന, വിറ്റ്നസ്, സാക്ഷ്യം പറയണം. യേശുദേവനെ ഇങ്ങനെ അനുസ്മരിച്ചപ്പോൾ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായിരുന്നു. കൃപാസനം അരച്ച് വെള്ളത്തിൽ കുടിച്ചപ്പോൾ അതിന്റെ വയറ്റിലെ ക്യാൻസർ മാറിയെന്ന്. പിന്നെ എന്താണ്? പിന്നെ ഇതാണ് ഇതാണ് വർഷിപ്പാണ്, പൂജയാണ്. പൂജ. അവസാനത്തേതാണ് സർവീസ്. ഇത്രയും ചെയ്യുന്നതാണ് ഇവാഞ്ചലൈസേഷൻ. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? കേൾക്കുന്നവനെ ക്രിസ്ത്യാനിയാക്കി മാറ്റുക. ഇതിനെയാണ് കൺവേർഷൻ എന്ന് പറയുക. അപ്പോൾ കൺവേർഷൻ ഞാൻ പറഞ്ഞതല്ല, ഇതിനകത്ത് ഇവാഞ്ചലൈസേഷനിൽ ഉള്ളതാണ്. ഇനി ഈ ഇവാഞ്ചലൈസേഷനിലുള്ള ഈ കൺവേർഷൻ ഇവർ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയട്ടെ. ഇവരപ്പോൾ ഇത് ഞങ്ങളല്ല പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ജാർഖണ്ഡിൽ കാര്യം അറിയാമല്ലോ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത്. എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്? കുട്ടികളെ കടത്തുന്നതിൽ മാത്രമല്ല, മതപരിവർത്തനമാണ് അതിൻ്റെ പ്രശ്നം. കാരണം മധ്യപ്രദേശിൽ പണ്ട് മുതൽ ഒരു നിയമമുണ്ട്. 69 തുടങ്ങി, അല്ല 67 തുടങ്ങി മതപരിവർത്തന നിരോധന നിയമം. കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണത്. കാരണം മധ്യപ്രദേശിൽ പോയിട്ട് വ്യാപകമായിട്ട് മതപരിവർത്തനം നടത്തുന്ന സമയത്ത്, ക്രിസ്ത്യാനികൾ നടത്തുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അവിടുത്തെ നക്സലൈറ്റ് ഗ്രൂപ്പുമായിട്ട് ഈ കത്തോലിക്ക സഭയിൽപ്പെട്ട കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും എങ്ങനെയാണ് ബന്ധം വന്നതെന്ന് അവർ വിശദീകരിക്കട്ടെ. കാരണം ആ നക്സലൈറ്റ് മേഖലയിൽ സുനിലിനെ അറിയാമല്ലോ, വേറെ ആർക്കും പ്രവേശനമില്ല. ഇവർക്ക് മാത്രമേ എങ്ങനെ പ്രവേശനം കിട്ടി? ഇവർ കാശും കൊടുക്കുന്നുണ്ട്. അല്ല, ഇവരെങ്ങനെ പ്രവേശനം കിട്ടി? അതിനെ കുറിച്ച് പറയണ്ടേ. പിന്നെ കെ.എസ്. രാധാകൃഷ്ണൻ്റെ നിലപാട് മാറിയിട്ടില്ല. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് മതപരിവർത്തനം എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. അത് ഞാൻ 28 വർഷം മുമ്പ് എഴുതിയ ലേഖനത്തിലുള്ള കാര്യമാണ്. 28 വർഷമായിട്ട് എൻ്റെ ഒരു നിലപാടും മാറിയിട്ടില്ല. ഈ പുള്ളിക്കനച്ഛൻ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അതിനോട് പിന്നെ വേറൊരു കാര്യമുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരു വാക്യത്തോട് അദ്ദേഹം യോജിക്കുന്നുണ്ടോ? ഏത് മതത്തിലും മനുഷ്യൻ്റെ വിമോചന മാർഗമുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ എൻ്റെ മതമാണ് ഭേദം എന്ന് പറയുന്നത് കച്ചവടമാണ്. കച്ചവടക്കാരാണ് ഇവരെ വിശേഷിപ്പിച്ചത് ഞാനല്ല, മഹാത്മാഗാന്ധിയാണ്. തൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന കച്ചവടക്കാരനെ പോലെ ഇതിൻ്റെ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാർ പെരുമാറരുത് എന്ന് അവരോട് പറഞ്ഞതും മഹാത്മാഗാന്ധിയാണ്. പിന്നെ ക്രിസ്തു മത പ്രചാരണത്തിന് വേണ്ടി ഏത് ഹീനമാർഗവും സ്വീകരിക്കാം എന്നുള്ളത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ കത്തോലിക്ക സഭ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഫാദർ മൈക്കിൾ പുളിക്കൽ പറയട്ടെ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം, സുന്നഹദോസ കൗൺസിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ നിർബന്ധിച്ച് മതം മാറ്റണ്ട, അല്ലാതെ തന്നെ മതം മാറ്റാം. അപ്പം എന്ത് ചെയ്യുമെന്നറിയാമോ? നേരെ കച്ചവടമായിട്ട് നിങ്ങൾ ഉൽപ്പന്നമായിട്ട് ചെല്ലാണ്. ഇതാ നോക്കുവിൻ, ഞങ്ങളുടെ ഈ ഉൽപ്പന്നം ഏറ്റവും മഹത്താണ്, നിങ്ങൾ വരുവിൻ, വാങ്ങുവിൻ, ആനന്ദിപ്പിൻ എന്ന് പറയുന്ന മറ്റേ റോഡ് സൈഡിൽ വിടുന്നുകൊണ്ട് പൽപ്പൊടി വിൽക്കുന്ന കച്ചവടക്കാരനില്ലേ, ഈ പൽപ്പൊടി തേച്ചതോടുകൂടി പല്ല് വെളുത്തു വന്നു എന്ന് പറയണ ആ പൽപ്പൊടി വിൽപ്പനക്കാരൻ്റെ അവസ്ഥയിൽ ഇവർ പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം സത്യമല്ലേ? മതപരിവർത്തനം കത്തോലിക്ക സഭയുടെ ലക്ഷ്യമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോകത്ത് 100 കോടിയിലധികം കത്തോലിക്കരുണ്ടായത് എന്ന കാര്യവും കൂടി അച്ഛനൊന്ന് വിശദീകരിക്കട്ടെ. അതിപ്പോൾ അവർ പറയുന്നത് നമ്മുടെ മതത്തിൽ വിശ്വസിച്ച്, യേശുദേവനിൽ വിശ്വസിച്ച് ആളുകൾ എങ്ങനെ വിശ്വസിച്ച് സ്വമേധ എങ്ങനെയാണ് വരുന്നത്? ഇവരുടെ ഭാഷ അറിയാൻ പാടില്ലാത്തവർ എങ്ങനെയാണ് സ്വമേധയാ വരുന്നത്?
എങ്ങനെ വരും? അവർ കൊടുത്ത സർവീസ് കൊണ്ടായിരിക്കും. ഏത് സർവീസ്? അത് തന്നെയാണ് പ്രശ്നം. ഒരുത്തൻ്റെ ദാരിദ്ര്യം മുതലെടുത്ത് അവൻ്റെ മതം മാറ്റുന്നത് പോലുള്ളൊരു ഹീനകൃത്യം വേറെ എന്തുണ്ട്? നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ അന്നം തന്നതിന് ശേഷം പറയുന്നു നീ ക്രിസ്ത്യാനിയാകണം എന്ന് പറയുന്നു. രോഗിയായിരുന്ന സമയത്ത് നിനക്ക് മരുന്ന് തന്നിട്ട് പറയുന്നു നീ ക്രിസ്ത്യാനിയാകാൻ പറയുന്നു. ഇതിന് എന്തെന്ന് വിശേഷിപ്പിക്കണം? ഇതിനെന്തെന്നാ വിശേഷിപ്പിക്കേണ്ടത്? നീചമായ പ്രവൃത്തിയാണ്. ഞാനിത് ഇനി അച്ഛൻ പറയുന്നത് ശരിയാണ്. ഞാൻ 7 കൊല്ലക്കാലം കത്തോലിക്ക സഭയുടെ സത്യദീപത്തിൽ കോളം എഴുതിയിട്ടുള്ള ഒരാളാണ്. എല്ലാ ക്രിസ്ത്യൻ പ്രസിദ്ധീകരണങ്ങളിലും ലേഖനം എഴുതിയിട്ടുണ്ട്. അന്നും മതപരിവർത്തനത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. ഇത് മാറിയിട്ടില്ല. ഇനി അത് കൂടാതെ കത്തോലിക്കരുടെ ഏതൊക്കെ 4 കത്തോലിക്ക വിഭാഗത്തിൻ്റെയും സെമിനാരികളിൽ, ഓർത്തഡോക്സിൻ്റെയും ജക്കോബൈറ്റിൻ്റെയും മാർത്തോമയുടെയും സെമിനാരികളിൽ, സാക്ഷാൽ പേപ്പൽ സെമിനാരിയിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛൻ ആരോപിക്കുന്നത് പോലെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമല്ല, റിട്ടയർമെൻറ്റിന് മുൻപായിരുന്നു. പിന്നെ കത്തോലിക്ക സഭയുടെ മാനേജ്മെൻറ്റിൽപ്പെട്ട ഒരു കോളേജിലും ഒരു പദവിയിലും ഞാൻ ഇരുന്നിട്ടില്ല എന്ന് അച്ഛൻ ദയവായിട്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പദവിയിൽ എന്നെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ UC കോളേജിൻ്റെ എന്താ ക്രിസ്ത്യൻ ചെയർ ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, അവരുടെ ജേണല്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ എൻ്റെ പേര് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ലാഭമാണല്ലോ ഉണ്ടാകുന്നത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. മതം മാറ്റം ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള കുറ്റകൃത്യമാണ് എന്നും അതിൽ നിന്ന് ക്രൈസ്തവ സഭകൾ പിന്മാറണം എന്നും തന്നെയാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. ഞാൻ മാറിയിട്ടില്ല. ഞാൻ 28 മഹാത്മാഗാന്ധിയേക്കാൾ വലിയ മതേതരവാദിയെ ഞാൻ കണ്ടിട്ടില്ല. മഹാത്മാഗാന്ധിയെ മതം മാറ്റാൻ ചെന്ന് അറിയാമോ? അങ്ങനെ സംഭവം ഉണ്ടോ? ഒരു കത്തോലിക്ക പുരോഹിതൻ ചെന്ന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും. ആര്? പുരോഹിതൻ. പക്ഷെ സ്വർഗത്തിൽ പോകുമ്പോൾ മഹാത്മാഗാന്ധി കൂടി അവിടെ വേണം. അങ്ങനെ മഹാത്മാഗാന്ധിക്ക് സ്വർഗത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കണം. ഗാന്ധി ചിരിച്ച്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ സത്യം പറയുമ്പോൾ? നാരായണ ഗുരുദേവനെ മതം മാറ്റാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അല്ല, ഇവര് ഗുരുദേവൻ പറഞ്ഞിട്ടാണ് കുമാരനാശാൻ മതപരിവർത്തന രസവാദം എഴുതിയത്. ആ ലേഖനം അച്ഛനോട് ഞാൻ വീണ്ടും പറയുന്നൊന്നെടുത്ത് വായിച്ചു നോക്ക്. ക്രിസ്തുമത ചേതനം ചട്ടമ്പി സ്വാമി എഴുതിയത്. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഇവര് ഈ ഭീഷണി ഉപേക്ഷിച്ചത്. എന്താണെന്നറിയാമോ? 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. അതുവരെ ഭീഷണിപ്പെടുത്തിയാണ്. ആ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്നത് ഈശോ സഭക്കാരും ജസ്യൂട്ടുകളാണ്. ചരിത്രമല്ലേ ഇത്? ഇനി ഇവരുടെ മതം നല്ലത്, ബാക്കി മതങ്ങൾ ചീത്തയാണ് എന്ന് ഇവർ പറയുന്ന രീതിയിൽ എല്ലാവർക്കും പറയാൻ അവകാശമുണ്ടല്ലോ. എൻ്റെ മതമാണ് ഏറ്റവും നല്ലതെന്ന് സുന്നിക്ക് പറയാം, മുസ്ലിങ്ങൾ പറയാം. അപ്പം റിസൾട്ട് എന്തായിരിക്കും? സംഘർഷമായിരിക്കും. അപ്പം മതപരിവർത്തനം ഇവരെന്തെല്ലാം പറഞ്ഞാലും സമൂഹത്തിൽ സംഘർഷവും ചേരിതിരിവും ഉണ്ടാക്കും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ശ്രേയസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അതിൽ നിന്ന് പിന്മാറണം. ഏതായാലും ഇത് അടിമൂക്കുകയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഈ ചില ആളുകൾ വന്നിട്ട് ഈ ഹിന്ദു മതത്തെ വല്ലാതെ ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ കുത്തിയിരുന്ന് ഖുർആൻ പഠിച്ചു. എന്നിട്ട് ആളുകൾ മറുപടി പറയാൻ തുടങ്ങി. അതോടുകൂടി ഇസ്ലാമിസ്റ്റുകൾക്ക് വല്ലാത്ത വേവലാതിയായി. ഇപ്പോൾ ആളുകൾ കൃത്യമായി കുത്തിയിരുന്ന് പേപ്പസിയുടെ ചരിത്രവും ലോകത്തെമ്പാടും ഈ മതപരിവർത്തനത്തിന് വേണ്ടി സഭകൾ ചെയ്തിട്ടുള്ള ക്രൂരതയെയും കുറിച്ചും പഠിക്കേണ്ട ഒരു സമയം വന്നിരിക്കുക. അതല്ലേ മറ്റേ ഗോവൻ ഇൻക്വിസിഷൻ? അതെ.